കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശാക്തീകരണത്തിൻ്റെ കരുത്തുറ്റുപാധിയായി കുടുംബശ്രീ മാറി. ഇന്ന് കുടുംബശ്രീ എത്തിച്ചേരാത്ത മേഖലകളില്ല. തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണ് കുടുംബശ്രീയുടെ ചരിത്രം. ഏതെല്ലാം മേഖലയിൽ കുടുംബശ്രീ കടന്നു വരുന്നോ അവിടെയെല്ലാം വിജയമുദ്ര പതിപ്പിക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ലഞ്ച് ബെൽ എന്ന പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ വലിയ സ്വീകാര്യതയാണ് അതിന് കിട്ടിയത്. പ്രീമിയം കഫേകൾ, ജനകീയ ഹോട്ടലുകൾ, അതുപോലെ വെജിറ്റബിൾ കിയോസ്കുകൾ, ഇങ്ങനെ മാതൃകാപരമായിട്ടുള്ള എത്രയോ പദ്ധതി കുടുംബശ്രീ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായിട്ടുള്ള വയോജന പരിചരണത്തിൻ്റെ മേഖലയിലേക്ക് കുടുംബശ്രീ കടന്നിട്ടുണ്ട്. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നാണ് ശുചിത്വ കേരളത്തിൻ്റെ അംബാസഡർമാരായി മാറിയിട്ടുള്ള ഹരിതകർമ്മസേന. ആ ഹരിതകർമ്മസേന കുടുംബശ്രീയുടെ അംഗങ്ങളാണ്. അതിൽ അംഗങ്ങളായിട്ടുള്ളത് 35,000-ഓളം പേർ അണിനിരക്കുന്ന ഹരിതകർമ്മസേന കേരളത്തെ വൃത്തിയുള്ള പ്രദേശമാക്കി മാറ്റുന്നതിന് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ സൂക്ഷ്മ മേഖലകളിലും വിലമതിക്കാനാവാത്ത സംഭാവന നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് കുടുംബശ്രീ. സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശാക്തീകരണത്തോടൊപ്പം തന്നെ സാംസ്കാരികമായ ശാക്തീകരണം കൂടി കുടുംബശ്രീ ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ടാണ് 2014 മുതൽ അരങ്ങ് എന്ന പേരിൽ ഒരു കലോത്സവം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2014-ലും പിന്നീട് 2017-ലും അതിനുശേഷം 2019-ലും പിന്നെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം 2023-ലുമാണ് അരങ്ങ് കലോത്സവം സംഘടിപ്പിച്ചത്. ഗ്രാമീണ അന്തരീക്ഷവും അതിൻ്റെ വിശുദ്ധിയുമെല്ലാം നിങ്ങളെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേരളത്തിൻ്റെ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി ഗ്രാമപ്രദേശങ്ങളിൽ നടത്തുന്നത് ഇതുപോലെയുള്ള എല്ലാ അരങ്ങ് മത്സരങ്ങൾ, എല്ലാ അരങ്ങ് കലോത്സവ ചലഞ്ചസ് ഉണ്ട്. കാരണം ഏകദേശം 2000-ഓളം ആളുകൾ വിവിധ വന്ന ഒരു കാര്യം തന്നെ ഈ അരങ്ങ് നേരിട്ട് കാണാനുള്ള ഒരു ഇവന്റ് ആയിരുന്നു ഈ വർഷത്തെ അരങ്ങ്. അതിന് കുടുംബശ്രീ മിഷന്റെ മാത്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും പഞ്ചായത്ത് പ്രസിഡന്റ്മാരായാലും എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേദിയിലുള്ള വിശിഷ്ട ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണൻ അവർ, മറ്റു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികളെ സുഹൃത്തുക്കൾ, ഇവിടെ എല്ലാവർക്കും ആശംസകൾ. വാങ്ങിയത് എൻ്റെ പഞ്ചായത്തുകാരുള്ളത് ഇവിടെ നിന്ന് വയസ്സുള്ള 35 വർഷം 35 ഒരു 40 വർഷം പഠിച്ചിട്ടുള്ള സ്കൂളിൽ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ ഡാൻസ് കളിക്കാൻ അനുവദിക്കില്ല.